എല്ലാവർക്കും പുതിയൊരു സൂപ്പർ മൊബൈൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓർമ്മ ഉണ്ടാവും, നമ്മളെ പഴയ ഗെയിമാണിത്. ഏതുമല്ല, നമ്മളെ GTA 3 ആണ്. എത്ര പണ്ട് കളിച്ച ഗെയിമാണെന്നറിയാം. ഇപ്പോൾ 2026 ഒരു മനുഷ്യൻ്റെ മുന്നിലും ഈ 2026 ഈ GTA 3 ഒന്നും കളിക്കുന്നില്ല. 2026 ഇപ്പോൾ മൊബൈലുള്ള ആൾക്കാർ വരെ മറ്റേ എന്താണ് GTA 4 ഒക്കെയാണ് കളിക്കുന്നത്. എന്തൊക്കെയോ എപ്പിക്ക വഴിയൊക്കെ ആക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്, നമുക്കറിഞ്ഞൂടാ. ഓക്കെ, നമ്മുടെ GTA 3 എന്താണ് ഇത് ഒരു ഇത് ഏതാ ഒരു ഫസ്റ്റ് ഒന്ന് ഒരു ഇത് കാണിക്കൂലേ? എത്ര വർഷമായി മ്യൂസിക് കേട്ടിട്ട്. റോക്ക് സ്റ്റാർ ഗെയിം പ്രസന്റ് ഗ്രാൻഡ് ടെഫ്റ്റ് ഓട്ടോ 3 ഏതാ? എന്തായാലും അത് സ്കിപ്പാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ മതി, ഇതൊക്കെ നമുക്കറിയാം. ഇത് കുറച്ച് ഇത് കിട്ടിക്കോ, ബ്രൈറ്റ്നസ് കിട്ടിക്കോ. ഇന്റർലോക്കാ, അതെന്ത് സാധനം? ഓഫ് ചെയ്ത് വെച്ചേക്കെന്തായാലും. പിന്നൊന്നുമില്ലല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താ മച്ചമ്പി. മച്ചാൻ എന്താണ്, സുഖല്ലേ? ഈ മച്ചാനെ ഓ മാസി സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗെയിമിനെ പറ്റി ഒരു തേങ്ങ കണക്കാറില്ല. ഇതിലുള്ള ഹീറോന്റെ നെയിം പോലും. I know a place on the edge of the red light district where we can lay low. But my hands are all messed up, so you better drive, brother. ഞാൻ ഇനി ഓടിക്കണം, എനിക്ക് ഓടിക്കണം. This is Hit Radio Love Media Station. ഇതിലുള്ള ഹീറോ ഇല്ലേ, ഈ മച്ചമ്പി ഇല്ലേ, ഈ മച്ചമ്പീൻ്റെ പേര് പോലെ പോലീസ് കയറി പോകുന്നുണ്ടോ? എന്തായി? ആ, പത്ത് ഹിറ്റുകാരും നമ്മൾ കാണിക്കുമ്പോഴുള്ള തെരികേട് കാണിച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് ഈ ഗെയിമിൽ ഒരു പ്രാവശ്യമെങ്കിലും വാണ്ടഡ് ആവാതെ, ഒരു പ്രാവശ്യമെങ്കിലും ഈ ബസ്റ്റഡ് ആവാതും കളിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഗെയിമാണിത്. ഓക്കെ, അയ്യോ മച്ചമ്പി ഇടിക്കല്ലേ, ഞാൻ പറയുന്നേക്കും മച്ചമ്പി, ഞാൻ പാവാണ്. ഇവിടെ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു വയ്യ ഇത് മുഴുവനങ്ങ് കുറച്ച്. എൻ്റെ വണ്ടീൻ്റെ ബാക്ക്
പറ്റുമല്ലോ. ആ എടാ എൻ്റെ ഫോണിലൊന്നും സപ്പോർട്ടാവില്ല പുള്ളേ. എടാ ഞാൻ പറയട്ടെ അടാ ഇപ്പോ ഞാൻ അടാ ഈ വീട് എനിക്കറിയാം. അറിയാന്ന് പറഞ്ഞാൽ അറിയാം 100% എനിക്ക് ഓർമ്മയുള്ളൊരു വീടാണ് ഇത്. ഞാൻ ഇത് ഒരു GTA ഗെയിംസും ഇല്ലാത്തപ്പോൾ പ്ലേ സ്റ്റോറിൽ വെറുതെ ഇങ്ങനെ ഓടിക്കളിച്ചപ്പില്ല ഒരു ഗെയിമാണ്. അതേതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ദ ലിബർട്ടി സിറ്റി. അങ്ങനെ ഞാൻ ലിബർട്ടി സിറ്റി സ്റ്റോറീസ് വെച്ചപ്പോൾ നമ്മളെ ലിബർട്ടി സിറ്റി സ്റ്റോറീസിൽ നമ്മളെ എന്തേനെ ടോണിയില്ലേ, അവൻ്റെ ഒരു ബോസ്സില്ലേ, അവൻ്റെ ബോസിൻ്റെ കൂടെ ഒരു ചെറുക്കനില്ലേ, ആ ചെറുക്കനും നമ്മളെ അതേ കാറിന്. പിന്നെ അവനൊരു ഇവിടെ സ്കൂട്ടറും ഉണ്ടാവും. പിന്നെ ഇവിടെ കയറി കഴിഞ്ഞാലാണ് ഓരോരോ മിഷൻസ് ചെയ്യാൻ പറ്റും. അത് ഓർമ്മയുണ്ട് മകനെ, ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓർമ്മ, എല്ലാം ഓർമ്മ. ഓക്കെ, ഞാൻ ഈ മിഷൻസ് എല്ലാം ഒന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു നമ്മൾ ലിബർട്ടി സിറ്റിയിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വെറുതെ കളിക്കുന്ന ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു തരം പണ്ട് ഞാൻ കളിച്ച ഇങ്ങനൊരു കാര്യം അതായത് പിന്നെ ഓർക്ക നിങ്ങളെ GTA ട്രെലോജ് ആക്ക്. നിങ്ങൾ ഇപ്പോൾ നോർമൽ GTA 3 ആണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റലിനേക്ക് ട്രിലോജ് ആക്ക്. കാരണം ഇത് കുറച്ചിട്ട് ഓക്കെ ഈ ട്രെലോജ് ആക്കി കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കില്ലേ, നിങ്ങൾക്ക് ഈ ട്രെലോജിൽ ചിലപ്പോൾ ട്രെലോജിൽ മാത്രമായിരിക്കും ഈ സ്ഥലം ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ നോക്കി വെക്കും നിങ്ങൾ നോർമൽ ഗെയിമിലുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാൻ ട്രെലോജാണ് കളിക്കുന്നത്, ഡെഫിനറ്റീവ് എഡിഷൻ. അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റീവ് എഡിഷന് ആക്കുക. അതാകുമ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് ആ സ്ഥലത്തോട്ട് എത്താൻ പറ്റുന്നു. ആ സ്ഥലത്ത് നമ്മൾ സ്റ്റോറിയിൽ ആദ്യം കണ്ടില്ല, ആദ്യം നമ്മളെ ഈ ഹീറോ വണ്ടി ഓടിച്ചൊന്നില്ല, ആ കാർ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് അത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, മച്ചമ്പി സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഇവിടെ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് നേരെ പോവാം. പിന്നെ ഞാൻ എന്തിനാണ് മാപ്പ് പറഞ്ഞിട്ട് സംസാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ റെക്കോർഡർ അറിയാലോ, എൻ്റെ സൗണ്ടൊന്നും എടുക്കില്ല, കള്ളവായ 10 മിനിറ്റായി. ഓക്കെ, Hey, look, don't touch. പിന്നെ ഒരു കാര്യം, അവിടെ എത്തുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് നടന്നിട്ടൊന്നും
ഓടി എത്തിയിട്ടൊന്നും കാര്യമില്ല. കാരണം അവിടെ ഒരു ചില്ലുണ്ട്. ആ ചില്ല് പൊട്ടിക്കണമെങ്കിൽ അവിടെ പുറത്ത് തന്നെ കുറച്ച് പാർക്ക് ചെയ്തിട്ട് വണ്ടികളുണ്ടാവും. ആ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടുമ്പോൾ ആ ചില്ല് പൊട്ടിക്കോളും. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള കാർ എടുത്തോണ്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, മറ്റേ വണ്ടിയായി. നമ്മളീ വണ്ടി പൊട്ടിക്കഴിഞ്ഞാൽ സീനില്ല. കാരണം നമ്മൾ പുതിയ വണ്ടി എടുക്കാൻ പോവല്ലേ. ഈ സ്ഥലം കുറച്ച് നേരത്തിനെങ്കിൽ എല്ലാ സൗണ്ടും കുറച്ച് കിട്ടാം. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാം. താണ്ടൊക്കെ എടുക്കുന്നത് നമ്മളെ ഹീറോ ആദ്യം ഓടിച്ചു വന്ന കാറ്. ഇത് എത്ര പണ്ട് ഞാൻ ഓർത്ത് വെച്ച സാധനമാണ്. പണ്ട് എനിക്കൊരു ടാബ് ഉണ്ടായിരുന്നു. ആ ടാബിൽ ഞാൻ ട്രെലോജ് കളിക്കുമായിരുന്നു. ആ ടൈമിൽ ട്രെലോജ് കളിക്കുന്ന ടൈമിൽ അപ്പോൾ ഇത്ര ലാഗൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു ടാബായിരുന്നത്. ആ ടാബിൽ കളിക്കുന്നു. പിന്നെ പണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പണ്ട് 1973 ഈ ട്രെലോജ് ഇറങ്ങുന്നത് 2023 പിന്നെ ഞാൻ കാണുന്നതാണെങ്കിൽ 2024 2024 നീ പണ്ട് എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ഇപ്പോൾ 2026 അപ്പോൾ 2 വർഷം കഴിഞ്ഞ്. അപ്പോൾ അത് പഴയ തന്നെയല്ലേ. ആ ടൈമായിരുന്നു ഞാൻ ട്രെലോജ് കളിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ആർക്കറിയാം. നമുക്കെന്തായാലും പൊട്ടിച്ച് അകത്തുള്ള വണ്ടി എടുക്കാം. സൗണ്ട് ഇപ്പോൾ കൂട്ടണ്ട, പിന്നെ കൂട്ടാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പരിപാടിയിൽ. ഒന്നുമില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല. കാറിൽ പോയിരിക്കും. ഇങ്ങോട്ട് വന്ന് ഇതിങ്ങനെ പൊട്ടിച്ചെറിയാം. എന്നിട്ട് പൊട്ടിച്ച ആ വണ്ടീനെടുത്ത് നേരെ പറ്റുമെങ്കിൽ വള്ളത്തിൽ കൊണ്ടുപോയി കളിഞ്ഞോ, ഇല്ലെങ്കിൽ ഇങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി ഇടാം. ഇനി വണ്ടി ഇറങ്ങി ഓടി വന്ന് ഈ വണ്ടി എടുക്കാം. മച്ചമ്പി അയ്യോ, കളറ് വേറെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് ടൈം നിങ്ങൾക്ക് റെഡ് കിട്ടും. സെക്കൻഡ് വേറെ കളർ ഉണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ബ്ലൂവും റെഡും മാത്രമാണ് കിട്ടിയത്. ബ്ലൂ ആയിരുന്നു ഹീറോ ഫസ്റ്റ് ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പം ബ്ലൂ മതിയായിരുന്നു. ഇത് റെഡ് കുഴപ്പമില്ല അല്ല. നമുക്കില്ല സൗണ്ട് കൂട്ടാം. ഇയാളാ ഏതല്ല ഇവിടെയൊക്കെ യൂട്യൂബിൽ പോസ്റ്റ് ഇടാൻ പറ്റില്ല. ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. പോടാ, കറക്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് ഫോട്ടോ എടുക്കണം. ഞങ്ങൾക്കൊന്നും വേണ്ട. ഞാൻ പിന്നെ ഇപ്പം വിളിച്ചേക്കാം. സൗണ്ട് കൂട്ടാം നമുക്ക്. You never heard of. പിന്നെ എന്തിനാ സൗണ്ട് കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പരിപാടി അത് ഞാൻ കാണിച്ചുതരാം. അത് ഇവിടെ മാത്രം കിട്ടുന്നൊരു പരിപാടിയാണ് മോനെ. നിങ്ങൾക്ക് ആർക്കും അറിയില്ല. പിന്നെ ഇതും നിങ്ങൾ ട്രെലോജിൽ നോക്കിയാൽ മതി. ട്രെലോജിൽ മാത്രമാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഞാൻ നോർമൽ പണ്ട് എന്ന് പറഞ്ഞാൽ കുറേ പണ്ടായിരുന്നു ഞാൻ നോർമൽ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ട്രെലോജ് 2024 തൊട്ട് ഞാൻ ട്രെലോജ് തന്നെയാണ്. അയ്യോ, ഇടിച്ച് വണ്ടി കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ്ട് ഇവിടെ കണ്ട ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു പേപ്പർ കിട്ടും.
വേണ്ടത് ദീമച്ചമ്പീനെ കൊന്നപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ചിലപ്പോൾ ദീമച്ചമ്പി ആയിരിക്കും, അല്ല ദീപണ്ണുള്ളായിരിക്കും, അങ്ങനെ വല്ലതോ ആയിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ എറിയുന്ന സ്വിച്ച് ഉണ്ടോ, അങ്ങോട്ട് മാറി നിന്നതാണ്ട് ഈ കാറുണ്ട്, അതിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കാറിലോട്ടല്ല എറിഞ്ഞ, ഞാൻ എറിഞ്ഞ സ്ഥലം തെറ്റിപ്പോയി. ഓക്കെ, ഇതേ കൊണ്ടിട്ട് എനിക്കൊന്നും ആയില്ലെന്നൊന്നും വിചാരിക്കണ്ട കേട്ടാ. 33 ലൈഫായി, 100 ലൈഫ് 33ആയി, ഓർക്കണം എത്ര പോയിരുന്നു. ഇനി ഇത് കിട്ടേണ്ടതാണല്ലോ, ഒന്നുമില്ല. അല്ല ഇനി ഞാൻ മുമ്പ് എല്ലാം ഇത് എടുക്കും, എന്നിട്ട് കാറിലോട്ട് ഇടും. ആ ടൈമിൽ കാറ് കത്തിപ്പൊട്ടി തെറിക്കും, ഞാൻ ചാവും. പോലെനിക്ക് ഞാൻ ചില ടൈമൊക്കെ യോമാരെ മണ്ടൊക്കെ എറിയുന്ന സമയത്ത് വീണ്ടും ഡ്രോപ്പ് ആവാറല്ലോ. ഓക്കെ, ഇവരെ കൊല്ലുമ്പോൾ എന്നാലും കിട്ടിയാലോ. ദാണ്ടൊക്കെ എടുക്കുന്നത് നമ്മളെ ന്യൂസ് പേപ്പർ. അപ്പോൾ ഈ മച്ചമ്പീൻ്റെ അവസാനം അയ്യോ ചത്തണം. ഓക്കെ, നമ്മൾ ചത്തിട്ടുണ്ട്. അങ്ങനെ 16 മിനിറ്റായി. എത്ര വേഗമാണ് ടൈമൊക്കെ പോകുന്നത്. ഈ ഗെയിം കളിക്കുമ്പോൾ ടൈം പോകുന്നു പറഞ്ഞില്ല അതൊക്കെ. ഓക്കെ, കോണാടി തീർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും നൈറ്റിൽ എന്താ ഇത്ര ബ്രൈറ്റ് എന്ന്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് ബ്രൈറ്റ്നെസ്സിൻ്റെ കൂടെയുള്ള ഈ സാധനം കണ്ട, ഇതെന്താണ് കോൺട്രാസ്റ്റ് അങ്ങനെ എന്തോ പറയുന്ന സാധനം. ഈ സാധനമാണ് ശരിക്കും വിദ്യ. അപ്പോൾ അതാണ്ട നോക്കിക്കോ, ഇങ്ങനെ സെറ്റായിട്ടുള്ള ഗെയിമാണിത്. ഇനി ഇത് കൂട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട ഒറ്റയടിക്ക് രാത്രി ആയതുപോലെ ആകും. അതുകൊണ്ട് ഇതിന് ഞാൻ ഓഫാക്കി വെച്ചേക്കുന്നത്. ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിങ്ങനെയൊക്കെ ഇടാം, കുറച്ചിട്ടാൽ നിങ്ങൾ അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷേ ലാഗ് കൂട്ടും. എന്തിനാ വെറുതെ ലാഗ് കൂട്ടിയിട്ട് ഈ ഗെയിമിന് ഊളയിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രൈറ്റ്നെസ് ഇങ്ങനെ കൂട്ടിയിട്ടും ഈ സാധനം കുറച്ചിട്ടും. ഇത് രണ്ടും കുറച്ചിട്ട് എങ്ങനെ ഉണ്ടാവും. ബ്യൂട്ടിഫുൾ. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഇട്ടേക്കാം. ഓക്കെ, ഇപ്പോഴാണ് കാണാൻ, നിങ്ങൾ തന്നെ പറ, ഇപ്പോഴല്ലേ ഒരു രസം. ഓക്കെ, ഇന്ന് നമ്മൾ 2 കാര്യങ്ങൾ കണ്ടു നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഒരു കാര്യം കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ നിർത്താം. അതായത് താണ്ടതായി ഈ ഗുളിക കണ്ട, ഈ ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ സ്ലോ മോഷനും അതും ഇതും, ഈ ക്യാമറ എന്തോ വളവളയും അതൊക്കെ ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPCസിനില്ല, അവർ പോയി ഇടിക്കണം. അപ്പോൾ അവർ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ പണി തീർന്നു. എന്താണെന്നറിയോ, അവർ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള പ്രശ്നത്തിൻ്റെ പേര് ഒരു ഇടി കൊള്ളാത്തതിൻ്റെ പ്രശ്നമാണിത്. നിങ്ങൾക്ക് ഒരു ഇടി കൊള്ളുമ്പോൾ, അല്ല ഇന്നലെ ആണെങ്കിൽ ഒരു ഇടി കൊണ്ടപ്പോൾ സെറ്റായതാണ്. ഒരു ഇടിയും കൂടി വെച്ച് വെച്ചാൽ നിൻ്റെ ഇടി കൊള്ളാനൊന്നും എനിക്ക് താല്പര്യമില്ല. പോടാന്ന്. നമ്മൾ ഒരു ഇടി അടിക്കുമ്പോൾ അവന് പറക്കുന്നത്. അതിൻ്റെ കാരണം നമുക്ക് എന്തോ ഒരു പവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ഇവിടുന്ന് ഓടാം, ഇല്ലെങ്കിൽ ഈ മച്ചമ്പി ഒന്നിച്ചൊന്ന് നമ്മളെ തീർക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു. നാളെ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി കാണിക്കാം. അല്ല, കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ ഇത്രയൊക്കെ ഞങ്ങൾക്കറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയും കാണാം. ടാറ്റാ, ബൈ ബൈ.